അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം ദിവസം ഇന്നാണ്. ന്യൂ ഇയർ DJ പ്രോഗ്രാം ഷോ എല്ലാം ഒരുമിച്ച് വന്നേക്കുകയാണ്. കഴക്കൂട്ടം അവോക്കി റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ സ്പ്ലാഷ് 2025ൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ കൊണ്ട് തന്നെ നമ്മുടെ 24 അവസാനിക്കും. അപ്പോൾ രാവിലെ കാപ്പി കുടിച്ച് ഞാൻ റെഡിയായി. നമുക്ക് പ്രാക്ടീസ് ഉണ്ട് രാവിലെ തന്നെ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ പ്രാക്ടീസിന് പോയിക്കൊണ്ടിരിക്കാൻ ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ ആട്ടോ പോകുന്നത്. വനയും മുടിയിൽ കളറൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ? ഞാനും കളറൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പതുക്കെ ഇടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഇതൊരു ചായ കുടിക്കാമെന്ന് കരുതി എല്ലാവരുമായിട്ട് ഇറങ്ങി. എല്ലാവരും വരുന്ന വഴിക്ക് ഒരു പൂവൊക്കെ കിട്ടി വെച്ച് ഞാൻ കുറച്ച് പോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തു. നേരെ ചായ കുടിക്കാൻ പോയി. റോഡ് സൈഡിൽ തന്നെ ഒരു അടിപൊളി ചായക്കട ഉണ്ടായിരുന്നു. കുടിച്ചിട്ട് ഞങ്ങളിതേ തിരിച്ചു വരുമ്പോൾ അടുത്ത എൻ്റെ ഒരു അനിയൻ, കുറേ അനിയന്മാരെ കിട്ടി കേട്ടോ എനിക്ക്. പറയാനില്ല, എല്ലാവരും ഇഷ്ടം പോലെ അനിയന്മാർക്ക് ഒരു പഞ്ചവും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ അനിയൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് വേറെ ഒരുപാട് അനിയന്മാരെ കിട്ടി. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് കരുതി പോസ് തരാം കേട്ടോ. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞ് നേരെ നമ്മൾ കിൻഫ്ര അവിടെ പാർക്കിലെത്തിയിരിക്കുകയാണ്. ഇതിനകത്താണ് അവോക്കി റിസോർട്ട്. അപ്പോൾ നല്ല രസമുണ്ട്, റോഡും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ഹെൽമെറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്ന് പകുതിയിൽ പോയി കയറാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ ഞങ്ങളെ കാത്ത് നിൽക്കുകയാണ് ലേറ്റായിട്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല രസമുണ്ട്, ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാറുകൾ കണ്ടപ്പോൾ ഒന്ന് ടെൻഷനായി. ദൈവമേ, ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാം കാണാനും DJക്കൊക്കെ വന്നിരിക്കുന്നവരാണോ, എന്താകും എന്നുള്ള നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, എന്തിനാ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്ന, ആളുകൾ എന്തായാലും ഫേസ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ ഇതെവിടെയാണ് അവോക്കിന്ന് തിരക്കി നടക്കുന്നു പ്രാക്ടീസും കാര്യങ്ങളും. വേറൊരു ടീമിനെ, നമ്മളെ ടീമും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റാമ്പ് കേട്ടോ, നേരെ കാണുന്നതാണ് നമ്മുടെ റാമ്പ്. അവിടെ ഇങ്ങനെ വീഡിയോയിൽ ഞാനൊന്ന് സൂം ചെയ്തിട്ടില്ല, എന്നാലും ചെറിയ സൂമിങ്ങിലാണ്. അപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. നമ്മുടെ ചെക്കന്മാരെ കണ്ടില്ലേ മുകളിൽ പോയി നിന്ന് നോക്കുന്നത്, അതൊക്കെ നമ്മുടെ ടീമുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലങ്ങളും ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ എന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരുപാട് ടീംസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമും ഉണ്ട്. എല്ലാവരും ഇരുന്ന് ഫോണും കൊണ്ടാണ് ഫോട്ടോസ് എടുക്കുകയാണ്, പോസും കൊടുക്കുകയാണ്. ഓരോ ചർച്ചയിലും കാര്യങ്ങളിലൊക്കെയാണ് എങ്ങനെയാവും, എന്താകും, പ്രോഗ്രാമൊക്കെ എങ്ങനെയാവും. അപ്പം എനിക്ക് പിന്നെ വീഡിയോയും ഫോട്ടോ ഇല്ലെങ്കിൽ കഴിയില്ല, അതുപോലത്തെ അവസ്ഥയാണല്ലോ. അങ്ങനെ ഞാൻ ഓരോന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുകയാണ്. എല്ലാവരും പ്രാക്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഞങ്ങൾ ഡ്രസ് ചേഞ്ചിങ് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങളെ ബൗൺസേഴ്സ് ഉള്ളിലേക്ക് വിട്ടില്ല, കാരണം പാസ് ഇല്ലായിരുന്നു. അങ്ങനെ ഏട്ടൻ വേഗം പോയി പാസ് കൊണ്ടുവന്നു, കാരണം പാസ് തരാൻ മറന്ന ഏട്ടൻ കാറിൽ തന്നെ ഇട്ടേക്കുമായിരുന്നു അനുചേട്ടൻ. അങ്ങനെ പാസ് എടുത്തിട്ട് വന്ന് എല്ലാവർക്കും പാസും കാര്യങ്ങളൊക്കെ തന്നു. ഞങ്ങൾ വേഗം തന്നെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ ഇടയിൽ തന്നെ ബൗൺസേഴ്സിനെയൊക്കെ നോക്കി സൈറ്റൊക്കെ അടിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ചെക്കന്മാരിങ്ങനെ ഞങ്ങൾ കളിയാക്കുന്നുണ്ട്, എന്നാലും ഞങ്ങളതൊന്നും കാര്യമില്ല. അപ്പോൾ ഇതാണ് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ എൻട്രി. ഇവിടെ കണ്ടില്ലേ, നല്ല ബൗൺസേഴ്സാണ് നിൽക്കുന്നത്. പിടിച്ച് തള്ളി അങ്ങോട്ട് സ്വിമ്മിങ് പൂളിൽ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോട്ടെ, പാവമല്ല, എന്താ ചെയ്യാന്ന് കരുതി ഒന്നും വിട്ടില്ല. അങ്ങനെ ലേഡീസും ഉണ്ട് കേട്ടോ, ലേഡീസും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷെ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ DJൻ്റെ പ്രശ്നം കേട്ടോ. അപ്പോൾ ഇതാണിത് എൻ്റെ പേരാണ്, നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. പുള്ളി റിബിൻ എന്നാണ് പേര്, നമ്മുടെ ടീം മെമ്പറാണ്. അപ്പോൾ അതേ നമ്മുടെ ഫുഡിനുള്ള സ്പ്ലാഷിൻ്റെ കാർഡും കൂപ്പൺസ്. അപ്പോൾ ഇതെൻ്റെ കോസ്റ്റ്യൂമാണ് കേട്ടോ, ഇതെൻ്റെ കോസ്റ്റ്യൂമായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പതുക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത്. ഞാൻ കുറച്ച് ഗീ റൈസ്, ചിക്കൻ, ഒരു വെജ് കുറുമ, ഒരു പെറോട്ട എടുത്തു. പക്ഷേ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, കുറച്ച് കഴിച്ചു. വേറൊരു അനിയൻ ഇരിക്കുന്നു, നിർമ്മൽ അനിയൻ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ടീമും വേറെ ടീമും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരിക്കാം, DJ തുടങ്ങുന്നതിനും ഇവിടെ ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഓരോ വീഡിയോയും ഇതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ റൂംസ് എടുത്ത് താമസിച്ച ആരോ ആണെന്ന് തോന്നുന്നുണ്ട്, വേറെ ടീമിലെ ആളുകളൊന്നും അല്ല, റൂംസ് എടുത്ത് താമസിക്കുന്നവരാണ്. പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ഒന്ന് നല്ല ദാഹം. അങ്ങനെ ഞാൻ ഇവനും കൂടി മൗണ്ടെയിൻ വാങ്ങി കുടിക്കുകയാണ്. നിർമ്മലാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്, എൻ്റെ അനിയൻ. കണ്ടില്ലേ, സുന്ദര കുട്ടപ്പനായിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പം ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പിന്നെ ചെക്കന്മാർക്കും പെണ്ണുങ്ങൾക്കൊന്നും ഒരു പഞ്ചം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വായി നോക്കി നടക്കുകയാണ്. ഞങ്ങൾ അവരെയും കമൻറ്റ് പറഞ്ഞിട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. സത്യത്തിൽ സമയം പോയതേ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ കോസ്റ്റ്യൂംസ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡിയോ എന്നാണ് കേട്ടോ കോസ്റ്റ്യൂം എടുത്തിരിക്കുന്നത്, സ്റ്റുഡിയോ എന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ദിവ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കോളിൽ. ഞാൻ അതൊന്നും എടുക്കുന്നില്ല, കാരണം DJക്ക് കഴിഞ്ഞ് എടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തതേണ്ട്. നല്ല കഥ പറച്ചിലും. നമ്മുടെ ഒരു വിനീഷേട്ടൻ വന്നിട്ടുണ്ട്. വിനീഷേട്ടൻ കേരളത്തിൽ തന്നെ നല്ല കുറച്ച് അറിയപ്പെടുന്ന ഒരു മോഡലാണ്, നമ്മുടെ അനുചേട്ടനെ പോലെ തന്നെ. വിനീഷേട്ടൻ ഓരോ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളും കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. വീഡിയോ എടുക്കുന്ന എൻ്റെ അനിയനാണ് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ പാട്ട് ആരംഭിച്ചു. DJക്ക് മുൻപ് 2-3 ഷോസൊക്കെ കഴിഞ്ഞിട്ട് സോങ്സൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഇത് ലാസ്റ്റത്തെ ഇതാണ് സ്പ്ലാഷിൻ്റെ 2024 സോങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങി നമ്മൾ അടിപൊളിയായിട്ട് തകർത്തു. നമ്മുടെ ടീമായിരുന്നു മുൻപിലുണ്ടായിരുന്നത്, പറയാനില്ല. നമ്മുടെ ടീം തന്നെ തുടങ്ങി നമ്മുടെ ടീം തന്നെ അവസാനിപ്പിച്ച പോലെയായിരുന്നു. പിന്നെ അങ്ങോട്ട് ജനങ്ങളെ കൂട്ടമായിരുന്നു, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിലേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സോങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കൂടി നടക്കുകയാണ്. ടീമായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് ആരും സ്പ്ലിറ്റ് ആയിട്ടില്ല. എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ